എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക ചാപ്റ്റർ 1, ഹൃദയപൂർവ്വം, ഓടും കുതിര, ചാടും കുതിര എന്നീ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 50,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓണം റിലീസായിട്ട് ഈ കഴിഞ്ഞു പോയ ആഗസ്റ്റ് 28-ാം തീയതി റിലീസ് ചെയ്യപ്പെട്ട ലാലേട്ടൻ ചിത്രം ഹൃദയപൂർവ്വവും ടിക്യുവിന്റെ നിർമ്മാണ കമ്പനിയിൽ ഒരുങ്ങിയ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ യൂണിവേഴ്സ് ചിത്രമായ ലോക ചാപ്റ്റർ 1 ചന്ദ്രയും ഇന്ന് തിയേറ്ററുകളിൽ 5 ദിവസങ്ങൾ പിന്നിടുകയാണ്. അതോടൊപ്പം ഫഹദ് ഫാസിൽ ചിത്രം ഓടും കുതിര ചാടും കുതിര ഓഗസ്റ്റ് 29-നാണല്ലോ റിലീസ് ചെയ്തത്. ആ ചിത്രം ഇന്ന് ബോക്സ് ഓഫീസിൽ 4-ാം ദിവസം പിന്നിടുകയാണ്. അപ്പോൾ 5-ാം ദിവസത്തെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കല്യാണി പ്രിയദർശൻ, നസ്ലിൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ മലയാളത്തിലെ ഓണം വിന്നറായിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടേതാണ്. റിലീസ് ചെയ്ത ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 2,70,00,000 രൂപയും, 2-ാം ദിവസം 3,35,00,000 രൂപയും, 3-ാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 4,65,00,000 രൂപയും, 4-ാം ദിവസമായ ആദ്യ ഞായറാഴ്ച 5,65,00,000 രൂപയും ചിത്രം സ്വന്തമാക്കിയിരുന്നു. അങ്ങനെ ആദ്യ വീക്കെൻഡിൽ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് 16,35,00,000 രൂപയാണ് സ്വന്തമാക്കിയത്. ഈ ചിത്രത്തിന്റെ 5-ാം ദിവസമായ ആദ്യ തിങ്കളാഴ്ച വർക്കിംഗ് ഡേയിൽ ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ എങ്ങനെയാണ് പോകുന്നത് നമുക്ക് നോക്കാം. ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ ചിത്രത്തിന്റെ പേരിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1,396 ഷോകളാണ്. ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1,56,000-ൽ പരം പ്രേക്ഷകരെയാണ്. മികച്ച ഓഡിയൻസ് നിരക്ക് തന്നെയാണ് ചിത്രം കഴിഞ്ഞ 5 ദിവസമായി കേരള ബോക്സ് ഓഫീസിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ ഓരോ ഷോയുടെയും, അതായത് ഇന്ന് കളിച്ചിരിക്കുന്ന ട്രാക്ക് ചെയ്തിരിക്കുന്ന 1,396 ഷോയുടെ ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി 45%. ഏകദേശം 100-ന് മുകളിലുള്ള ഓൾമോസ്റ്റ് ഫിൽ ഷോകളും 200-ന് മുകളിലുള്ള ഫാസ്റ്റ് ഫിൽ ഷോകളും ചിത്രത്തിന്റെ പേരിൽ നിന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ. നിലവിൽ ഇന്ന് രാത്രി 8 മണിക്ക് വന്ന ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ ട്രാക്കഡ് കേരള കളക്ഷൻ എന്ന് പറയുന്നത് 2,67,00,000 രൂപയാണ്. അതായത് ചിത്രത്തിന്റെ 5-ാം ദിവസവും വർക്കിംഗ് ഡേയിലും ചിത്രത്തിന് 4,03,50 കോടി റേഞ്ചിലുള്ള ഒരു കളക്ഷൻ പ്രതീക്ഷിക്കാം. ഇന്നത്തെ കളക്ഷൻ കൂടി പുറത്തു വരുന്നതോടുകൂടി തന്നെ കേരള ബോക്സ് ഓഫീസിൽ 5 ദിവസങ്ങൾ കൊണ്ട് ചിത്രം 20 കോടി മുകളിൽ കളക്ട് ചെയ്യുമെന്നും ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് പോകുമ്പോൾ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് വീക്കെൻഡ് കളക്ഷൻ കൊണ്ട് തന്നെ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ 70 കോടി പിന്നിട്ടിരുന്നു. ഇന്നെന്തായാലും ചിത്രത്തിന് 10 കോടിക്ക് മുകളിൽ കളക്ഷൻ തന്നെയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തോടെ ചിത്രം 5 ദിവസങ്ങൾ കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ 80 കോടിക്ക് മുകളിൽ സ്വന്തമാക്കുമെന്നും ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് 8 മണിക്ക് ശേഷം ചിത്രത്തിന്റെ ബുക്ക് മൈ ഷോ സെയിൽ നോക്കുമ്പോൾ ഓരോ മണിക്കൂറിലും വിറ്റുപോകുന്നത് ലോകയുടെ പേരിൽ 16,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. ഇനി നമുക്ക് ലാലേട്ടൻ സത്യനന്ദിക്കാട് കോംബോയിലെത്തിയ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ 5-ാം ദിവസത്തെ കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകാം. ഇന്ന് രാത്രി 8 മണിയോടെ ചിത്രത്തിന്റെ ഭാഗത്തുനിന്നും ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോകുന്നത് ഓരോ മണിക്കൂറിലും 4,800-ൽ പരം ടിക്കറ്റുകളാണ്. ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ 3,25,00,000 രൂപയും, 2-ാം ദിവസം 2,21,00,000 രൂപയും, 3-ാം ദിവസം 2,56,00,000 രൂപയും, 4-ാം ദിവസം 3,27,00,000 രൂപയും ചിത്രം സ്വന്തമാക്കിയിരുന്നു. അങ്ങനെ ആദ്യ വീക്കെൻഡിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 11,29,00,000 രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരുന്നത്. ഈ ചിത്രത്തിന്റെ 5-ാം ദിവസമായ തിങ്കളാഴ്ചത്തെ ട്രാക്കിംഗ് കളക്ഷനിലേക്ക് പോകുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1,001 ഷോകളാണ്. ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഹൃദയപൂർവ്വത്തിന്റെ പേരിൽ 43,000-ൽ പരം പ്രേക്ഷകരെയാണ്. ഓരോ ഷോയുടെയും ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസി 16%. നിലവിൽ ചിത്രത്തിന്റെ ട്രാക്കഡ് കേരള കളക്ഷൻ 75,00,000 രൂപയാണ്. അതായത് ചിത്രത്തിന്റെ 5-ാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1 കോടിക്ക് മുകളിൽ ഒരു കളക്ഷൻ പ്രതീക്ഷിക്കാം. നിലവിൽ ചിത്രത്തിന്റെ കേരള കളക്ഷൻ ഇതോടെ 5 ദിവസങ്ങൾ കൊണ്ട് 13 കോടി റേഞ്ചിലും എത്തിപ്പെടും. ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ഹൃദയപൂർവ്വം 33 കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയിരുന്നത്. ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നതോടുകൂടി തന്നെ 5 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഈ ഒരു ലാലേട്ടൻ ചിത്രം സ്വന്തമാക്കാൻ പോകുന്നത് 37 കോടിക്ക് അടുത്തായിരിക്കും. അടുത്ത അപ്ഡേറ്റ് കല്യാണി പ്രിയദർശൻ, ഫഹദ് ഫാസിൽ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയുടെ 4-ാം ദിവസത്തെ കളക്ഷൻ അപ്ഡേറ്റ് ആണ്. ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ 74,00,000 രൂപയും,
രണ്ടാം ദിവസം 45 ലക്ഷം രൂപയും മൂന്നാം ദിവസം 54 ലക്ഷം രൂപയുമാണ് ചിത്രം സ്വന്തമാക്കിയത്. ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് 1,73 ലക്ഷം രൂപ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ചിത്രത്തിന് മികച്ചൊരു അഭിപ്രായമല്ല ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം കണ്ടിറങ്ങുന്ന പ്രേക്ഷകരിൽ നിന്നും നമുക്ക് ലഭിച്ചിരുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ട്രാക്കിംഗ് അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ 4ാം ദിവസമായ ഇന്ന് ഏകദേശം 10 ലക്ഷം മാത്രമായിരിക്കും ചിത്രത്തിന്റെ കേരള കളക്ഷൻ എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാണ് ചിത്രത്തിന്റെ 5ാം ദിവസമായ, അതായത് ഓണചിത്രങ്ങളുടെ 5ാം ദിവസവും ലോക ചാപ്റ്റർ 1 ചന്ദ്ര തന്നെയാണ് ബോക്സ് ഓഫീസിലും തിയേറ്ററുകളിലും മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. പ്രേക്ഷകർ ഏത് സിനിമയാണ് ഈ ഒരു ഓണക്കാലത്ത് കണ്ടെന്ന് കൂടി താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.